നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയുടെ മേക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2.25 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 മീറ്ററോ 2.25 മീറ്ററോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം കേട്ടോ. ആൻറ്റിക്കോ ഗോൾഡനോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഒരു കുറച്ച് വലിയ സൈസിലുള്ള റോസാപ്പൂ, കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് ഈ ഒരു മോഡലിന് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഷോളിൻ്റെ 2 എൻഡിലും ഉള്ള ആ ഒരു വീതിയുടെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഫ്ലവർ കറക്റ്റായിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് 3 4 2 എൻഡിലായിട്ട് ഓരോന്ന് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാഞ്ഞു പോവില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ പിക്ചർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഒരു 3 എണ്ണമാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ. അതിനുശേഷം ഞാൻ ഷോളിൻ്റെ 4 സൈഡിലും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഷാളിൻ്റെയൊക്കെ ആ ഒരു സേഫ്റ്റിക്ക് നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ ഷോളിൻ്റെ 4 സൈഡും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് ബീഡ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബീഡ്സൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സൊക്കെ എടുക്കണം. എനിക്ക് ഒരുപാട് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ക്വാളിറ്റി ഇല്ലാത്ത ബീഡ്സ് ആകുമ്പോൾ ഒരു വാഷിനൊക്കെ നമ്മുടെ കളറ് പോകും. അപ്പോൾ നിങ്ങൾ ബീഡ്സ് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു ബോർഡറാണ് കേട്ടോ കൊടുക്കുന്നത് കട്ട് ബീഡ് ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വീതിയിലൊന്നുമല്ല, ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കട്ട് ബീഡ്സ് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ നീഡിൽ ഉപയോഗിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 3 കട്ട് ബീഡ് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട്, അതായത് ഷോളിൻ്റെ 4 സൈഡിലും ഞാൻ ഈ ഒരു സെയിം രീതിയിൽ ബോർഡർ പോലെ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദുപ്പട്ടയുടെ ഭംഗി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിയണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു ചെറിയ ബോർഡറാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഫുള്ളായിട്ട് 4 സൈഡിലും ഈ ഒരു സെയിം രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫ്ലവറാണ് ചെയ്യുന്നത്. ഫ്ലവർ നമ്മൾ ആ ഒരു ഷോളിൻ്റെ 2 എൻഡിലുമായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോസ് തന്നെ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഇപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാണ് ലോട്ടസ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വലിയ ഫ്ലവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ഈ ഒരു ഡിസൈന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിതൊരു മോഡൽ ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ തന്നെ എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ. അപ്പോൾ ഒരു സൈഡിൽ 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ 2 സൈഡിലും ഞാൻ 3 ഫ്ലവർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ 3 എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 സൈഡിൽ ഓരോന്ന് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഫുൾ ഇങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ഷോളിൻ്റെ വീതി അനുസരിച്ചാണ് കേട്ടോ. ഞാൻ 2.25 മീറ്ററാണ് നീളം എടുത്തത്. വീതി ഞാൻ കുറച്ചിട്ടോ.
എനിക്ക് ആ ഒരു ദുപ്പട്ടയ്ക്ക് ഞാൻ എടുത്ത മെറ്റീരിയലിന് ഉണ്ടായിരുന്നതിനേക്കാളും ആ ഒരു വിഡ്ത്ത് ഞാൻ കുറച്ചു. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു. ഇതുപോലെയാണ് കേട്ടോ ഫൈനലായിട്ടുള്ള ലുക്ക്.